27 വർഷക്കാലം ഗവൺമെൻറ് ഹൈസ്കൂൾ പനയപ്പള്ളിയിൽ അധ്യാപികയായിരുന്ന അനിത ടീച്ചർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. 2 വർഷക്കാലമാണ് എനിക്ക് അനിത ടീച്ചറോടൊപ്പം ജോലി ചെയ്യാൻ അവസരം ലഭിച്ചത്. ഒരു മികച്ച മാതൃകാ അധ്യാപികയായിട്ടാണ് അനിത ടീച്ചറെ ഞാൻ വിലയിരുത്തുന്നത്. രാവിലെ തന്നെ സ്കൂളിൽ എത്തിച്ചേരുകയും ചുറുചുറുക്കോടെ ജോലിയിൽ വ്യാപൃതയാകുകയും ചെയ്യുന്നു. പഠിപ്പിക്കുന്ന ഹൈസ്കൂൾ ക്ലാസ്സുകൾ മാത്രമല്ല, സ്കൂൾ മുഴുവനും ടീച്ചറുടെ ശ്രദ്ധയിലായിരിക്കും. ഏത് പ്രശ്നത്തിനും ടീച്ചർക്ക് പരിഹാരമുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമായ മാത്സ് ഏറ്റവും ആകർഷകമായി കൈകാര്യം ചെയ്യുന്നു. IT സാധ്യതകൾ ഉപയോഗിച്ച് ക്ലാസ്സുകൾ ആകർഷകമാക്കുന്നു. IT സംബന്ധമായ എല്ലാ കാര്യങ്ങളും ആരുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ ടീച്ചർ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നു. നമസ്കാരം. അനിത ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ ടീച്ചർ വളരെ നല്ലൊരു സീനിയർ അസിസ്റ്റൻ്റ്, നല്ലൊരു മാത്സ് ടീച്ചർ, ഒരു IT കോർഡിനേറ്റർ, കൂടാതെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചാർജ്, യൂണിയനിൻ്റെ ഫിനാൻസ് ബാലൻസിങ് തുടങ്ങി ടീച്ചർ ആ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ടീച്ചർ ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ടീച്ചറുടെ ആത്മാർത്ഥതയാണ്. വളരെ സിൻസിയറായിട്ടുള്ള ടീച്ചറാണ്. കുട്ടികളോട് പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും സ്കൂളുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവർത്തനത്തിലായാലും ടീച്ചർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ടീച്ചറുടെ എളിമ, വിനയം, അതോറിറ്റിയുടെ ആയാലും ടീച്ചർ സംസാരിക്കുന്നത് വളരെ വിനയത്തോടുകൂടി, അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. സ്കൂളിന് ഇനിയും ടീച്ചറുടെ സേവനം ആവശ്യമായിരിക്കും. ടീച്ചറിന് സ്കൂൾ പ്രയോജനപ്പെടണം. റിട്ടയർമെൻ്റ് ലൈഫ് ഏറ്റവും സന്തോഷകരമായിരിക്കട്ടെ, ആശ്വാസകരമായിരിക്കട്ടെ, സമാധാനപൂർണ്ണവും ഐശ്വര്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിടവാങ്ങാൻ പോകുന്ന അനിത ടീച്ചർക്ക് ആശംസകൾ അർപ്പിക്കുവാൻ ലഭിച്ച ഈ അവസരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടൊരു നിമിഷമായി ഞാൻ കരുതുന്നു. വരുന്ന ജനപ്രതിനിധികളോടും രക്ഷിതാക്കളോടുമൊക്കെ അനിത ടീച്ചർ വളരെ സ്നേഹമായി ഇടപെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അന്നത്തെ കാലത്ത് വൈകുന്നേരം ഈവനിങ് സ്നാക്സിന് വട്ടയപ്പം കൊടുത്തതും ഉച്ചഭക്ഷണത്തിന് ഇടയ്ക്കെങ്കിലും ചിക്കൻ ബിരിയാണി കൊടുത്തതുമൊക്കെ ഞാൻ ഓർക്കുന്നു. ദൈവം ദീർഘായുസ്സും ആരോഗ്യവും സകല സൗഭാഗ്യങ്ങളും കൊണ്ട് അനിതയെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ പറ്റിയുള്ള അനിതയുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ. റിട്ടയർമെന്റിന് ശേഷം അനിതയുടെ ആധ്യാത്മിക ജീവിതം കൂടുതൽ സമ്പന്നമാകുമെന്ന് എനിക്കറിയാം. ഇന്നും ഞാൻ റിട്ടയർ ചെയ്തിട്ട് 10 വർഷമായി. ഇന്നും മുടങ്ങാതെ പ്രാർത്ഥനകളും മറ്റും അനിത എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി എല്ലാ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
വർഷത്തെ സർവീസിലെ അനുഭവത്തിൽ അനിത ടീച്ചർ വളരെ പ്രഗത്ഭയായ ഒരു അധ്യാപികയായിരുന്നു. പാഠ്യവിഷയമായാലും പാഠ്യേതര വിഷയത്തിലും വളരെ ആക്റ്റീവ് ആയിരുന്നു. എന്ത് കാര്യം ഏൽപ്പിച്ചാലും സന്തോഷത്തോടെ ഉത്തരവാദിത്തത്തോടെ വളരെ ഭംഗിയായി നിറവേറ്റിയിരുന്നു. ടീച്ചർ ഒരു സദ്ഗുണസമ്പന്ന തന്നെയായിരുന്നു. ഈ വിരമിക്കൽ വേളയിൽ അനിത ടീച്ചറിന് എൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. അനിത ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ വേറെ വാചാലയാകാനാണ് എനിക്കിഷ്ടം. കാരണം മറ്റൊരു അധ്യാപകരിലും കാണാത്ത ഒരു പ്രത്യേക ഗുണം ടീച്ചറിലുണ്ട്. ഒരു സമയം പോലും ടീച്ചർ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. ക്ലാസ് എടുക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ള കുട്ടികളുടെ ഓരോ കാര്യങ്ങളിലും ഓഫീസിലാണെങ്കിൽ എന്തിനെങ്കിലും വിളിച്ചാൽ ഓടിച്ചെല്ലുകയും അവിടുത്തെ കാര്യങ്ങൾക്ക് സമാധാനം കണ്ടെത്തുകയും വീണ്ടും വന്ന് പഠിപ്പിക്കുകയും പെൻഷൻ പറ്റുമ്പോൾ പനിയപ്പള്ളി സ്കൂളിന് തീരാത്തൊരു നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇത്രയും നാൾ ടീച്ചർ ഉണ്ടാക്കിത്തന്ന യശസ് നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കണം. ടീച്ചറിൻ്റെ മുഖത്തെ ആ പുഞ്ചിരിയും ഒപ്പം തന്നെ ആ ടെൻഷനോടുള്ള ഓട്ടപ്പാച്ചിലും എന്നും മനസ്സിലുണ്ടാവും. ടീച്ചറിന് എല്ലാ നന്മകളും നേരുന്നു. ലാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. അന്നു മുതൽ 2024 വരെ 19 വർഷക്കാലം ടീച്ചറോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ടീച്ചർ. എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമതയോടെയാണ് ടീച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. സ്കൂളും കുട്ടികളും ടീച്ചറിന് ജീവവായു പോലെയായിരുന്നു. ഈ അവസരത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു റിട്ടയർമെന്റ് ലൈഫ് ടീച്ചറിന് ആശംസിക്കുകയാണ്. ടീച്ചറിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. 2003 ഞാൻ അനിതയെ പരിചയപ്പെടുന്നത്. അത് ആ സൗഹൃദം ഇന്ന് വരെ ഞങ്ങൾ തുടരുകയാണ്. അനിത ഒരു ടീച്ചർ എന്ന നിലയിൽ 100% പെർഫെക്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. മേലുദ്യോഗസ്ഥരോടായാലും സഹപ്രവർത്തകരോടായാലും കുഞ്ഞുങ്ങളോടായാലും സ്കൂളിലെ മറ്റു ജീവനക്കാരോടായാലും ഒരുപോലെ തന്നെയാണ് അനിത പെരുമാറുന്നത്. ഞാൻ ഹൈസ്കൂൾ ടീച്ചറാണെന്നോ ഞാൻ മറ്റുള്ള എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുന്ന ഒരു ടീച്ചർ. പിന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇത്രയും സ്നേഹമുള്ള ടീച്ചർ ഞാൻ എൻ്റെ സർവീസിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാനൊക്കെ റിട്ടയർ ചെയ്ത് പോന്നു കഴിഞ്ഞാലും അനിത ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അനിത വിളിച്ച് എൻ്റെ കാര്യവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യവും മക്കളുടെ കാര്യവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അന്വേഷിക്കാറുണ്ട്. അനിതയുടെ ഭാവി ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ടീച്ചർ ഒരു നല്ല പാഠപുസ്തകമാണ്. എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ നല്ല പാഠപുസ്തകം. ഞാൻ അവിടെ കണ്ടേക്കണത് ടീച്ചറിൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോവിച്ചവരെ പോലും ടീച്ചർ 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ അവിടെ കണ്ടേക്കണത്. ഇങ്ങനെയൊക്കെ ലോകത്ത് വല്ല റെയർ പീസായിരിക്കും. പിന്നെ ടീച്ചർ ഇല്ലാത്തൊരു പനിയപ്പള്ളി സ്കൂൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടൂറ് പോയപ്പോൾ പോലും ടീച്ചർ വന്ന് പറഞ്ഞത് എനിക്ക് എണ്ണിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ ഞാൻ എങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ടീച്ചർ പറയണത്. അപ്പം ഞങ്ങൾ കളിയാക്കി പറയുകയും ചെയ്തു, ഞങ്ങളവിടെ ഡെയിലി വേസായിട്ട് നിർത്താം എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് തോന്നണില്ല ടീച്ചർ റിട്ടയർ ആയാലും ഇടക്കിടക്കിടക്ക് ചിലപ്പോൾ എപ്പോഴും പനിയപ്പള്ളി സ്കൂളിൽ തന്നെ വരും എന്നാണ് എനിക്ക് തോന്നണേ. ഏതായാലും
എന്താ പറയുക, ടീച്ചറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടതിലും കൂടെ വർക്ക് ചെയ്താൽ നമുക്ക് നല്ല കാര്യങ്ങൾ ഒത്തിരി ടീച്ചർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും. നമുക്കൊരു മാനസികമായിട്ടൊരു സപ്പോർട്ടൊക്കെ തരാൻ ടീച്ചറാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും ടീച്ചറെ. പനീപ്പള്ളി സ്കൂളിൻ്റെ ബാക്ക് ബോണായ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അനിത ടീച്ചറിന് ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫ്. വി മിസ് യു ടീച്ചർ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണ തൻ മുത്തുപൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ.